കഞ്ഞിപ്പാടത്തുള്ള ഒരു ആക്രിക്കടയിൽ വെച്ചാണ് ഇത്തരത്തിൽ വലിയ അളവിൽ കഞ്ചാവ് പിടികൂടിയത്. ഏകദേശം 2 കിലോയിലും അധികം തൂക്കം വരുന്ന കഞ്ചാവാണ്. അതായത് 2 ലക്ഷത്തോളം വില വരുന്ന അളവിലാണ് കഞ്ചാവ് പിടികൂടി. ഇത്തരത്തിൽ ആക്രിക്കടയുടെ മറവിൽ ഇതിങ്ങനെ ചില്ലറ വിൽപ്പന നടത്തുകയായിരുന്നു. അങ്ങനെ രഹസ്യവിരുദ്ധ തുറന്ന് ആലപ്പുഴ എക്സൈസ് എത്തി പരിശോധന നടത്തുകയും കഞ്ചാവ് കണ്ടെത്തുകയും ചെയ്തു. സാർ, ഇപ്പോൾ എത്ര ഏകദേശം? ഇതിപ്പോ 2.25 കിലോ കഞ്ചാവുണ്ട്. ഇവിടുന്ന് നമുക്കറിയാം, ഓൾറെഡി ഇൻഫർമേഷൻ ഉള്ള പ്രതികളായിരുന്നു. നമ്മൾ അതിന്റെ പുറകിൽ കുറച്ച് നാളായിട്ട് വർക്കിംഗ് ആയിരുന്നു. ഇവർ പുറത്ത് സംസ്ഥാനത്ത് വിട്ടു പോയിരുന്നു എന്നൊക്കെ ഇൻഫർമേഷൻ കിട്ടി നമ്മൾ പുറകിലായിരുന്നു. അങ്ങനെ ഇന്നലെ ഇൻഫർമേഷൻ കിട്ടി. നമ്മൾ ഇന്ന് രാവിലെ ഇദ്ദേഹത്തിനെ എടുത്തു. എന്നിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് തന്നെ പറഞ്ഞു. ഇവിടെ വന്ന് സാധനം റിക്കവർ ചെയ്തെടുക്കാറുണ്ട്. എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? എങ്ങനെയാണ് അവർ വിൽപ്പന? അവര് സ്ഥിരമായിട്ട് ആന്ധ്ര, ഒഡീഷ റീജിയനിലൊക്കെയാണ് സാധാരണ സാധനം കൊണ്ടുവരാറ്. ഇത്തവണയും അങ്ങനെ ഒരു പോക്ക് പോയിട്ടാണ് നമ്മൾ അതിന്റെ പുറകിലായിരുന്നു. അങ്ങനെയാണ് സാധനം റിക്കവർ ചെയ്യാൻ നമുക്ക് പറ്റിയത്. നേരത്തെ പ്രതികളാണോ? അതെ. കുറച്ച് നാളായിട്ട് കുറച്ചധികം കേസുകളിലൊക്കെയുള്ള ആളുകളാണ്. വിൽപ്പന നടത്തുന്ന ആളുകളാണ്. കുറച്ച് നാളായിട്ട് നമുക്ക് ഇൻഫർമേഷൻ ഉള്ള ആളുകളാണ്. നമുക്ക് മാത്രമല്ല, പൊതുവെ എക്സൈസിന് പൊതുവെ അറിയാവുന്ന ആൾ തന്നെയാണ്. ഈ ന്യൂ ഇയർ ഒക്കെ വരാൻ പോവുകയാണല്ലോ, അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധന ശക്തമാക്കുന്നുണ്ട്. അതെ, ന്യൂ ഇയർ ഞങ്ങൾക്ക് സ്പെഷ്യൽ ഡ്രൈവ് ആണ്. അപ്പം കുറച്ചും കൂടി ശക്തമായിട്ടുള്ള പരിശോധന ഈ സമയത്തുണ്ടാവും, ഇലക്ഷനുമായിട്ട്. ഈ തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ നിൽക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ പരിശോധന വരുന്ന ദിവസങ്ങളും ഉണ്ടാകും. നിലവിൽ എന്തായാലും വലിയ അളവിൽ 2.5 കിലോയോളം തൂക്കം വരുന്ന കഞ്ചാവാണ് പിടികൂടിയിട്ടുള്ളത്. ഏകദേശം 2 ലക്ഷത്തിൽ പരം രൂപയുടെ വില വരുന്നുണ്ട്. ഇവിടെ എത്തി ചില്ലറ വിൽപ്പന, ഈ ആക്രിക്കടയുടെ മറവിൽ ഇവിടെ ആവശ്യക്കാർക്ക് ചില്ലറ വിൽപ്പനയായി നടത്തുകയാണ്. അതിന്റെ ചെറിയ പാക്കറ്റുകളടക്കം ഇവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ചില്ലറ വിൽപ്പന നടത്താനുള്ള ചെറിയ പ്ലാസ്റ്റിക് കവറുകൾ ഉൾപ്പെടെ ഈ സംഘത്തിന്റെ കൈകളുണ്ടായിരുന്നു. അങ്ങനെ 1500 രൂപയുടെ ചെറിയ പാക്കറ്റുകളിലായ അടക്കം ഇവർ വിൽപ്പന നടത്തുന്നുണ്ട് എന്നുള്ളതാണ് എക്സൈസ് പറയുന്നത്. റിപ്പോർട്ടർ ശരത് എസ്, റിപ്പോർട്ടർ ആലപ്പുഴ.